कैसे बेटा How are you? പണ്ട് ഡൽഹിയിൽ ചെറുപ്പത്തിലേ നമ്മൾ മദർ ഡയറിയിൽ നിന്നാണ് പാല് പിടിച്ചിരുന്നത്. അപ്പോൾ മമ്മി എന്നെ വിട്ടിരുന്നു ഇങ്ങനെ അതേ ഈ ഒരു ക്യാൻ കൊടുത്തിട്ട് പാല് പിടിക്കാൻ പോകാൻ പറഞ്ഞിട്ട്. അന്ന് ടോക്കൺ സിസ്റ്റമാണ്, ഇന്ന് ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാനിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ആൾക്കാർ ഇതേ ക്യാൻ പിടിച്ച് പോകാറുണ്ട്. ഇതാണ് നമ്മളുടെ മദർ ഡയറി. സംഭവം നോക്കാം എങ്ങനെയാന്ന്. പണ്ട് ടോക്കൺ ഉണ്ടായിരുന്നു, ഇവിടെ ടോക്കൺ ഇടും നമ്മൾ. ഇയാൾ ടോക്കൺ തന്നില്ല, ഡയറക്റ്റ് പാലങ്ങോട്ട് ഇതിലേക്ക് വരുന്നു. പാല് കുറച്ചൊന്ന് സ്പില്ലായി, ശരിക്കും വെച്ചില്ലേ. കുഴപ്പമില്ല. അപ്പോൾ ഫുൾ ക്രീം ഇവിടെ കിട്ടുന്നത് 27. നമ്മ സാധാരണ പാക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അത് 30-31 റുപ്യ വരാറുണ്ട്. അപ്പോൾ ഇത് 3 റുപ്യ ലാഭം. ഇത് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ, നടക്കണം നല്ലതാണ്. അപ്പോൾ ഇതാണ് ലാഭം. അതുപോലെ ഫ്രഷ് വെള്ളം. ഇന്നലെ നല്ല മഴ പെയ്ത്, അതുകൊണ്ട് ഇന്ന് രാവിലെ അത് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല അധികം. നാളെ ഹോപ്പ്ഫുള്ളി എല്ലാതും ക്ലിയർ ആവും. ഇപ്പോൾ സ്കൈ ഒക്കെ ക്ലിയർ തന്നെയാണ്, പക്ഷെ എന്നാലും നാളെ പോവാം. ഇന്നത്തെ ദിവസം നമുക്ക് വ്ളോഗിങ് ചെയ്യാൻ പറ്റില്ല, പുറത്ത് പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വിചാരിച്ചത് പുറത്ത് പോയിട്ട് നമ്മുടെ സഫ്ദർജംഗ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അപ്പോൾ ഒന്ന് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാം. എനിക്ക് ട്രെയിനിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇന്ന് നടന്നില്ല, നാളെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ സംഭവം പാല് മേടിച്ചോളുന്നു. ഞാൻ ഈ ഫ്രൂട്ട് ബണ്ണ് മേടിച്ചു, കുറേ നാളെ ഇത് കഴിക്കുന്നത് വെച്ച് ചായൻ്റെ ഒപ്പം. അപ്പോൾ ഇപ്പോൾ ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പച്ചക്കറി, ബാക്കി ഇന്നലെ നമ്മൾ മേടിച്ചു. ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ച ഞാൻ വിചാരിക്കുന്നത് ഒന്ന് പുറത്ത് പോകണം, പിന്നെ ഷൂട്ട് ചെയ്യണം ഇതൊക്കെ. പക്ഷേ ഈ തണുപ്പ് വന്നേ പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് അത് പറ്റില്ല, അത് നടക്കാനേ പോണില്ലത്. അപ്പം ഇനി നോക്കണം, നാളെ പോലെ എന്തായാലും പോകണം. വാട്ട് എവർ ഇറ്റ് ഈസ് ഐ ഹാവ് ഡിസൈഡഡ്. നാളെ മുതൽ നമുക്കൊന്ന് പുറത്ത് കറങ്ങാം, കുറേ കാര്യങ്ങളൊന്നും ഡൽഹിയൊക്കെ ഒന്ന് കവർ ചെയ്യാം നമുക്ക്. കാരണം ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല വെറുതെ അല്ലേ, നമുക്കൊന്ന് കറങ്ങണ്ടേ. യെസ്, എനിക്കിപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആ മ്യൂസിക് സ്കൂളിൽ നിന്ന് കോൾ വന്നു. അവിടെ ഇന്ന് ഒരു ചെറിയ ഡെമോ ഇത് നടക്കുന്നുണ്ട് ബാൻഡിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോനെ ബണ്ണ് ഇത് സ്മെല്ല് തന്നെ നല്ല പണ്ടത്തെ ഓർമ്മകളുമായി അല്ലേ. ഇത് മതി നമുക്ക് ചായക്കൊപ്പം കുടിച്ച്. എന്ത് രസാമന. ആർക്കൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ടേസ്റ്റ്, ബണ്ണും ചായയും? അടിപൊളിയല്ലേ, സിമ്പിൾ ഫുഡ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാണ് ഞാൻ, പക്ഷേ പാം ചായ ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അടിയിൽ പോയതല്ലേ. അപ്പോൾ ഈ ഫ്രൂട്ട് ബണ്ണ് എൻ്റെ ഇടയിൽ ചെറിയ ഈ ഫ്രൂട്ടിൻ്റെ പീസസൊക്കെ, ശരിക്കുള്ള ഫ്രൂട്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷേ അതിങ്ങനെ ഇടയ്ക്ക് ബണ്ണിൻ്റെ ഇടയിൽ വരുന്നത് കടിക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ആ ടേസ്റ്റ്. അപ്പോൾ നമുക്കുണ്ടല്ലോ, നമുക്ക് ഈ മ്യൂസിക് ഹൗസിലേക്ക് പോവാം. ഇപ്പം ആദ്യത്തെ അവരെന്നെ വിളിച്ചിരിക്കുന്നു ഒരു സൗണ്ടിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡെമോണ്, പക്ഷേ ഇറ്റ്സ് ഗുഡ്. അറ്റ്ലീസ്റ്റ് വീട്ടിലിരിക്കുന്നതല്ലോ, പുറത്ത് പോയിട്ട് കുറച്ച് പണിയൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നത് നല്ലതാണ്. നമ്മുടെ ലൈനിലുണ്ടല്ലോ സോഷ്യലൈസിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. എസ്പെഷ്യലി ഈ മ്യൂസിക് ലൈനിലുള്ളവരും ആർട്ടും അതിൻ്റെ ഒക്കെ ലൈനിലുള്ളവരൊക്കെ സോഷ്യലൈസിങ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഗിഗ്സ് കിട്ടില്ല, നമ്മൾ ഗിഗ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗിഗ്സ് എന്ന് പറഞ്ഞാൽ വർക്ക് ബേസിക്കലി ഇവരായിട്ട് സോഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ യു കീപ് ഗെറ്റിംഗ് യുവർ വർക്ക്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോവാം മാളവി നഗർ ക്രിക്കറ്റ് സ്റ്റേഷനിൽ മ്യൂസിക് ഹൗസ്. സോ ലെറ്റ്സ് ഗോ. ഇവിടെ നിന്നുണ്ടല്ലോ ആ സ്ഥലം വരെ ഓൾമോസ്റ്റ് 134 റുപ്പീസാണ് വരുന്നത് ഓട്ടോയിൽ. ഇപ്പോൾ ഈ ഇതായതുകൊണ്ട് ബിസി അവേഴ്സ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണ 100-101 റുപ്യ വരെ വരാറുള്ളൂ. അപ്പോൾ ഇതൊരു പ്രശ്നമാണ് എനിക്കിപ്പോൾ ഇവിടെ ട്രാവലിംഗ് വരുമ്പോൾ. അപ്പോൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കണം, പിന്നെ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് അങ്ങനെ മേടിക്കേണ്ടി വരും.
ട്രാഫിക്കിൻ്റെ യാതൊരു രക്ഷയില്ല, ഭയങ്കര ട്രാഫിക്. 10 മിനിറ്റ് ലേറ്റ് ആവും, പക്ഷെ അവർ പറഞ്ഞു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാറ്. സോ ഗുഡ് സൈൻ. വണ്ടി മേടിക്കേണ്ടി പോലെ പറ്റത്തില്ല. അപ്പൊ ഞാൻ സംഭവം ഇവിടെ വന്നപ്പോൾ ഒരു അഫ്ഗാനിസ്ഥാനി ഒരു ചെക്കനായിരുന്നു, അവനക്ക് സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെമോ കൊടുക്കാനാണ് വന്നത്. അത് ക്ലാസ് ആയതുകൊണ്ട് ചെറിയ 1 മണിക്കൂറിൻ്റെ ഒരു ചെറിയ ഡെമോ കൊടുത്തു അവനിക്കാൻ. അവൻ ഇൻട്രസ്റ്റഡ് ആണ് ജോയിൻ ചെയ്യാൻ. പക്ഷെ ഇവരിൽ ഡിജിറ്റൽ മിക്സർ ഇല്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ട് അവൻ ജോയിൻ ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒഫീഷ്യലി നമ്മൾക്ക് ഈ സ്ഥലം തന്നു അവൻ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ആഴ്ചയും കൂടി എടുക്കും ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ ഇപ്പോഴും കുറേ സംഭവങ്ങൾ നമുക്ക് ഈ ടേബിളൊക്കെ ഒന്ന് മാറ്റണം. പറഞ്ഞ് വേറൊരു ടേബിൾ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ തിങ്സ് ഗോ. പിന്നെ ഇതൊക്കെ ഒന്ന് വേറെ മോണിറ്റർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ലെറ്റ്സ് സീ. എനിക്കിപ്പോൾ പോയി വരാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 270 റുപ്യ ഉള്ളൂ. വെച്ചാൽ ഓൾമോസ്റ്റ് 15 ദിറം എന്ന് പറയാം. ഇന്ന് നല്ലൊരു രസമുണ്ടായിരുന്നു. വരുന്ന സമയത്തൊക്കെ പോണ സമയത്തും ഞാനൊരു ഈ കത്തിക്കുന്ന സംഭവം കണ്ടു. ഇവിടുത്തെ ലോറി ഫെസ്റ്റിവൽ എന്ന് ഇത് കണ്ടില്ലേ, ആൾക്കാർ കത്തിങ്ങനെ കണ്ട്. ഇതിൽ അവർ കപ്പലണ്ടിയും പോപ്കോണൊക്കെ ഇടും. ഇങ്ങനെ ലോറി ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവലാണ് പഞ്ചാബികളുടെ. ബേസിക്കലി പറഞ്ഞു പറഞ്ഞാൽ ലോറി ഫെസ്റ്റിവൽ ഈസ് മാർക്കിംഗ് ദി എൻഡ് ഓഫ് ദി കോൾഡസ്റ്റ് ടൈം ആൻഡ് വെൽക്കമിങ് ദി വാംത്ത് ഓഫ് ദി സൺ. അപ്പോൾ അതാണ് ലോറി. ഇവിടെയൊക്കെ ഓൾറെഡി ആൾക്കാർ കത്തിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം. കുറേ എണ്ണം അവിടെ കത്തിക്കുന്നുണ്ട്. ഒന്ന് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം നമുക്ക്. ഇത് കണ്ട ഇവിടെയൊക്കെ സെറ്റപ്പ് ചെയ്തിരിക്കും ഓൾറെഡി. മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഉണ്ട് പറഞ്ഞാൽ മോനെ. ഇവിടെ ഭയങ്കര വലിയ സെലിബ്രേഷൻ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇതുണ്ട് ഇങ്ങനെ ഈ കത്തിക്കുന്നതായിട്ടുള്ള അവർ പോപ്കോണിൻ്റെ മറ്റേ സീഡൊക്കെ ഇട്ടിട്ട് കണ്ടോ. നല്ല രസമുണ്ടല്ലേ. ഹലോ, മ്യൂസിഷ്യൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, പാട്ടുകാർ. മോനെ എനിക്കുണ്ടല്ലോ നമ്മളെ ഗോൾഗപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മൂഡ്. നമ്മളുടെ ചാട്ട് കോർണറിലേക്ക് ഞാൻ പോകുന്നു ഇപ്പം. മോനെ പാർക്കിൽ നോക്കിയാൽ ഒരു കൂട്ടം ജനങ്ങൾ, ഫുള്ള് കത്തിക്കൽസ്. ഇതൊക്കെ മതിയില്ല നമ്മുടെ പൊല്യൂഷന്. നാളെ ചിലപ്പോൾ പൊല്യൂഷൻ കൂട്ടാ. എല്ലായിടത്തും ഇതിൻ്റെ തയ്യാറെടുപ്പപ്പെടാ. ഇത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. മോനെ ഇത് കണ്ട, ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് വെൻഡർ. ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കാറ്. ഇത് കണ്ട പോലെ 40 റുപ്യ 6 പീസ്. അത് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ, മതിയായി. എന്ത് രസമാണ് അറിയാം. എന്നുവെച്ചാൽ 1 ദിറം 80 പൈസ. ഓ മോനെ 6 പീസ്. ഈ 6 പീസ് ദുബായിൽ ഞാൻ കഴിച്ചിരുന്നപ്പോൾ 10 റുപ്യ 8 റുപ്യ 12 ദിറം. റുപ്യല്ല 12 ദിറം അങ്ങനെ. ഇവിടെ 40 രൂപ. 40 രൂപ എന്ന് പറഞ്ഞാൽ 1 ദിറം 80 പൈസ. ഇവിടെ കത്തിക്കൽ തുടങ്ങി, പാട്ടൊക്കെ ഉണ്ട്. മോനെ ഇവിടുന്ന് മോല് ആ മൂലയ്ക്ക് വരെ തീയോടെ കളിയാണ്. ഞാൻ ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. ഭയങ്കര പാട്ടും ബഹളവും. എനിക്ക് തോന്നുന്നു രാത്രി ഫുള്ള് തന്നെ ആയിരിക്കുള്ളൂ. ഫുള്ള് പാട്ടും കൂത്തും ഈ കത്തിക്കലും. അയ്യോ ഒന്നും പറയാനില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഇപ്പോഴും ഇവിടെ സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. ഫുള്ള് അടിപൊളി ഒച്ചയൊക്കെ. എനിക്കറിഞ്ഞൂടെ ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റുമെന്ന്. അത്രയും അടിച്ചു പൊളിച്ച് പാട്ട് നടന്നുകൊണ്ടിരിക്കും ഇവിടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ്. ഇഫ് യു ലൈക്ഡ് ഇറ്റ് പ്ലീസ് കമൻറ്റ്, ഷെയർ, ലൈക്ക് ഇറ്റ് ഓൾസോ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.
ബൈ.